എവിടെ പോയാലും ഇന്ത്യക്കാരുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ എപ്സ്റ്റീൻ ഫയൽസിലുമുണ്ട് കുറച്ച് ഇന്ത്യക്കാർ. അപ്പോൾ ആരാണ് അവർ, എന്താണ് ഇന്ത്യക്കാർ, എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം, എന്താണ് പരിപാടികൾ എന്ന് നോക്കിയാലോ. 2008 എപ്സ്റ്റീനെതിരെ ഒരു കേസ് വരുന്നത് ഫ്ലോറിഡയിൽ. എന്ത് കേസാണ് അത്? ഒരു ചെറിയ കേസൊന്നുമല്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ പീഡിപ്പിച്ചു. അത് തെളിയിക്കാണ്ടൊന്നും പോയിട്ടില്ല. തെളിയിച്ച് 18 മാസം ജയിലിൽ കിടന്ന ശേഷം ഇയാളോട് സംസാരിച്ച് എല്ലാവർക്കും അറിയാം ഇയാളൊരു നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ഇയാളൊരു ബില്യനെയറും ഗ്ലോബലി റീൽസിൽപ്പെട്ട ആളൊക്കെ ആയതുകൊണ്ട് പിന്നെ അവർ മൈൻഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ കാര്യം പറഞ്ഞാൽ 3 ഇന്ത്യക്കാരാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ മോദിജി 134 തവണ മോദിജിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു മെയിലാണ് ഇപ്പോൾ എല്ലാവരും പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നത്. മോദിയുടെ ഇസ്രയേൽ വിസിറ്റ് 2017 നടന്ന ഡാൻസ് ചെയ്തു എപ്സ്റ്റീനും ഖത്തറുള്ള ഒരു ചെങ്ങായുമായിട്ടുള്ള ഒരു മെയിൽ കോൺവെർസേഷനാണ് അത്. അതായത് മോദി തങ്ങളുടെ അജണ്ട അവിടെ പോയി നടപ്പിലാക്കി. അതാണ് മെയിനായി ഉദ്ദേശിക്കുന്നത്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് ചെയ്തതെന്നും പറയുന്നുണ്ട്, അവർക്ക് വെരിഫിക്കേഷന് വേണ്ടി. ഇതിലെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണേൽ 99 തവണ നമ്മുടെ അനിൽ അംബാനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ 2017 മുന്നേ മോദിയുടെ ഇസ്രയേൽ വിസിറ്റിന് മുന്നേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനിൽ അംബാനിയുടെ കാര്യം എടുത്താൽ അനിൽ അംബാനി 2019 വരെ ഇയാൾ അറസ്റ്റിലാവുന്ന കൊല്ലം വരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. റിലയൻസിൻ്റെ മെയിൻ ഐ.ഡി എന്നാണ് ആ മെയിൽ വരെ പോയിട്ടുള്ളത്. മൂന്നാമത്തത് ഹർദീപ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പെട്രോൾ മിനിസ്റ്ററാണ്. 430 ഇയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ മീറ്റിംഗ് സെറ്റ് ചെയ്ത് നേരിട്ട് കണ്ടു. പിന്നെ പുള്ളി നമ്മുടെ ഇന്ത്യ ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരെ എഴുതിയിട്ടിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്.